ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റോക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അഡീഷണൽ പോമഗ്രാനൈറ്റൊക്കെ ആഡ് ചെയ്യാം. എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഒരു ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പം എടുത്തത് ഈന്തപ്പഴം എടുത്തത്. ഡ്രൈ ഫ്രൂട്ട്സ് ഈന്തപ്പഴം, നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇടാം, പിന്നെ വാൽനട്ട് ഇടാം, പിന്നെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇടാം. അപ്പോൾ എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഈന്തപ്പഴം എടുത്തു. പിന്നെ ഞാൻ എടുത്തത് ഗ്രീൻ ആപ്പിൾ അറിയില്ല, ഗുണങ്ങളിൽ ഏറ്റവും ആപ്പിളിൽ ഇച്ചിരി പുളി ഉണ്ടെങ്കിലും ഗുണങ്ങളിൽ ഏറ്റവും നല്ലത് ഈ ഗ്രീൻ ആപ്പിളാണ്. പിന്നെ സാധാ ഒരു ആപ്പിൾ എടുത്തു, പിന്നെ മുസമ്പി എടുത്തു, പിന്നെ തണ്ണിമത്തങ്ങ എടുത്തു. തണ്ണിമത്തങ്ങ എല്ലാം കുറേശ്ശേ എടുക്കുന്നുള്ളൂ. തണ്ണിമത്തങ്ങ, പിന്നെ ഒരു ലൈമിൻ്റെ പകുതി. ഈ ലൈമും ഈ ഹണിയും കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യും. അതാണ് നമ്മുടെ ബാറ്റർ. അല്ലാതെ കസ്റ്റാർഡോ കസ്റ്റാർഡ് പൗഡറോ പാലോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ലൈമും ഈ ഹണിയും കൂടെ നല്ലതുപോലെ മിക്സ്, നമ്മൾ ഏത് പ്ലേറ്റിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് ബൗളിലാണ് എടുക്കുന്നത് അതിനകത്തോട്ട് ഈ ഹണിയും ഈ നാരങ്ങ ലൈമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കിയിട്ട് വേണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് അതിനകത്തോട്ട് ഇടണം. അതാണ് നമ്മുടെ ബാറ്റർ. നമ്മൾ പാലോ കസ്റ്റാർഡോ ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെറും ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ്. സാധാരണ ഡയബറ്റിക്, പ്രഷർ ഒക്കെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും രോഗികൾക്ക് കഴിക്കാം. ചിലവരാണെങ്കിൽ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കസ്റ്റാർഡ് ഉപയോഗിക്കും. പിന്നെ അതുപോലെ ഐസ്ക്രീം ഉപയോഗിക്കും. പിന്നെ വേറെ കോൺഫ്ലവർ കലക്കി ഉപയോഗിക്കും. അതൊന്നും ഉപയോഗിക്കാതെ ആരോഗ്യദായകമായ നമുക്ക് മധുരം ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇതാക്കിന് വേണ്ടി തേനും ലൈമും കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കും. അപ്പം എന്തൊക്കെ നമ്മൾ ആപ്പിൾ എടുത്തു, തണ്ണിമത്തങ്ങ, പിന്നെ ഗ്രീൻ ഗ്രേപ്സ് എടുത്തു, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബൗള്, നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ബൗൾ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഈ ബൗളിനകത്തോട്ട് നമ്മൾ ഈ ഹണിയും ലൈമും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ബാറ്ററാക്കിയിട്ട് വേണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇടണം. ഇത് നമുക്ക് ഒരു നേരത്തെ ഫുഡാക്കി കഴിക്കാം, വൈകിട്ടൊക്കെ ഒരു നേരത്തെ ഫുഡാക്കി കഴിക്കാം. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് ഈ ഫ്രൂട്ട്സ് അരിഞ്ഞ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇത് ഏത് പേഷ്യൻസിനും കഴിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ പിന്നെ നമ്മുടെ ഈ ഡേറ്റ്സൊക്കെ വെച്ച് ഇതുണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നട്ട്സും അത് തന്നെ, നട്ട്സും ഉപയോഗിക്കുന്ന നല്ലത്. നമുക്ക് ഇതൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഹണിയും ആ ലൈമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ബാറ്ററാക്കിയിട്ടുണ്ട്. നമ്മൾ ഏതിനകത്ത് ആ ഫ്രൂട്ട് സലാഡ് അരിയുന്ന ആ പാത്രത്തിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് കസ്റ്റാർഡ് പൗഡറോ മിൽക്കോ ഐസ്ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം കേട്ടോ. ചെറി ഇടാം, പിന്നെ നട്ട്സ് ഇടാം, ഗ്രേപ്സ് ഇടാം, കപ്പലണ്ടി ഇടാം, വാൽനട്ട് ഇടാം, ബദാം ഇടാം, എല്ലാം ഇടാം. അതെല്ലാം കുറേശ്ശെ ക്രഷ് ചെയ്തിടുന്നത് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇടാം. പിന്നെ അതിന് ആരോഗ്യദായകമായ ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം നമുക്കിത് കഴിക്കാൻ. എല്ലാ രോഗികൾക്കും, എനിക്ക് കിഡ്നി പേഷ്യൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, കിഡ്നി പേഷ്യൻ്റ് ചില ഫ്രൂട്ട്സൊക്കെ ഇതാണെന്നല്ലോ. ബാക്കിയൊക്കെ പേഷ്യൻസിനൊക്കെ ഡയബറ്റിക് ആണെങ്കിലും പ്രഷർ ഉള്ളവർക്കൊക്കെ എല്ലാം നല്ലതെന്ന് വെച്ചാൽ ഇതിനകത്ത് മധുരം, ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള, അല്ലാതെ കസ്റ്റാർഡോ ഐസ്ക്രീമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ലതുപോലെ നമ്മുടെ ഈ ഹണിയുടെയും ആ ലൈമും നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സിനകത്തെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. നല്ല അതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ
അതുപോലെ ഞങ്ങളുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.